ഇന്ന് നമ്മൾ വീണ്ടും കുറേ സെൻറ്റൻസസുകളുമായിട്ട് വന്നിരിക്കുകയാണ്. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറേ സെൻറ്റൻസുകളായിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കുറേ സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, അവൻ പൊക്കോട്ടെ, അവൻ ചെയ്തോട്ടെ, അവൾ കഴിച്ചോട്ടെ, അവൾ പാടിക്കോട്ടെ. ഈ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് നമ്മളൊരു പെർമിഷൻ കൊടുക്കുകയാണ് ആർക്കെങ്കിലും, അല്ലെങ്കിൽ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു അനുവാദം കൊടുക്കുകയാണ് നമ്മൾ. അവർ പൊയ്ക്കോട്ടെ, ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു അനുവാദം കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റും? അപ്പോൾ ഇതിൽ ആദ്യത്തെ സെൻറ്റൻസാണ് അവൻ പൊക്കോട്ടെ. ഇത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അവൻ പൊക്കോട്ടെ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലെറ്റ് ഹിം ഗോ. ലെറ്റ് ഹിം ഗോ. പോകുക എന്നുള്ളതിന് നമ്മൾ ഗോ എന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ അവൻ പൊക്കോട്ടെ, ലെറ്റ് ഹിം ഗോ. അവൻ പൊക്കോട്ടെ, അവൻ പൊക്കോട്ടെ. എന്തിനാണ് അവനോട് ഇവിടെ നിൽക്കാൻ പറയുന്നത്? അവൻ പൊക്കോട്ടെ എന്ന് പറയില്ലേ നമ്മൾ? ആ പ്രയോഗമാണത്, ലെറ്റ് ഹിം ഗോ. അടുത്തതാണ് അവൻ ചെയ്തോട്ടെ. എങ്ങനെ പറയാം? സെയിം രീതിയിൽ നമുക്ക് പറയാം. ചെയ്യുക എന്നുള്ളതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഡു എന്നാണ് പറയുന്നത്. ഡു, ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ പറയാം? മേലെ വരുന്ന അതേ സെൻറ്റൻസിൽ ഇതൊന്ന് പറഞ്ഞു നോക്കിയാൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. ലെറ്റ് ഹിം ഡു എന്ന് പറയാം. എന്താണ് പറയാൻ പറ്റുന്നത്? ലെറ്റ് ഹിം ഡു. അവൻ ചെയ്തോട്ടെ. നിങ്ങൾ എന്തിനാണ് അവനെ തടയുന്നത്? അവൻ ചെയ്തോട്ടെ. ലെറ്റ് ഹിം ഡു. ലെറ്റ് ഹിം ഡു. ഇനി അടുത്തതാണ് അവൾ കഴിച്ചോട്ടെ. അവളത് കഴിച്ചോട്ടെ. നിങ്ങൾ എന്തിനാണ് അവളോടത് കഴിക്കണ്ടെന്ന് പറയുന്നത്? അപ്പോൾ ഇതെങ്ങനെ പറയാൻ പറ്റും? ലെറ്റ് ഹെർ ഈറ്റ്. ഗോയല്ല, ഈറ്റ് എന്ന് ഉപയോഗിക്കുക കേട്ടോ. ലെറ്റ് ഹെർ ഈറ്റ്. ഇനി അവൾ പോയിക്കോട്ടെ എന്നാണെങ്കിൽ ലെറ്റ് ഹെർ ഗോ. അവൾ പോയിക്കോട്ടെ, നിങ്ങൾ എന്തിനാണ് അവളെ തടയുന്നത്? അവൾ കഴിച്ചോട്ടെ. ലെറ്റ് ഹെർ ഈറ്റ്. നമ്മളൊരു പെർമിഷൻ കൊടുക്കുകയാണ് ഒരാൾക്ക്. ലെറ്റ് ഹെർ ഈറ്റ്. അവളത് കഴിച്ചോട്ടെ. ഇനി അങ്ങനെയാണെങ്കിൽ അവൾ പാടിക്കോട്ടെ. അവൾ പാടിക്കോട്ടെ എന്നെങ്ങനെ പറയും? ഒന്ന് ആലോചിക്കൂ. അവൾ പാടിക്കോട്ടെ. നിങ്ങൾ ആലോചിച്ചിട്ട് കണ്ടെത്തു, കമൻറ്റ് ചെയ്യും. അടുത്ത കുറച്ച് സെൻറ്റൻസുകളാണ്. നീ പാടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നീ ചോദിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നീ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറയാണ്. ഇതെങ്ങനെ നമ്മൾ പറയാം? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നീ പാടുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതായത് ആ ആളുടെ പാട്ട് കേട്ടതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്, നീ അവിടെ പാടുമെന്ന് എനിക്ക് അറിയായിരുന്നു, ആ ഫംഗ്ഷന് നീ പാടുമെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പോൾ സാധാരണ ഈ സെൻറ്റൻസ് ഉൾപ്പെടുത്താനുള്ള കാരണം, നമ്മളിതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. സാധാരണ നമ്മൾ എങ്ങനെയാണ് പറയുക? ഐ നോ യു വിൽ സിങ്. നീ പാടുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഇതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും. കാരണം ഇത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. കമ്മ്യൂണിക്കേഷൻ രീതിയിൽ നോക്കുമ്പോൾ അത് തെറ്റുമല്ല. പക്ഷേ ഈ സെൻറ്റൻസിൻ്റെ ശരിയായ ഉപയോഗം ഇങ്ങനെയല്ല. ഓക്കെ, ഇതിങ്ങനെയല്ല പറയുന്നത്. എന്തുകൊണ്ടാണ് അല്ലാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ശരിയായ ഉപയോഗം ഐ ന്യൂ യു വിൽ കം എന്നാണോ? അല്ല, യു വിൽ സിങ് എന്നാണോ? അല്ല. എന്താണ് ഉപയോഗിക്കേണ്ടത്? ഐ ന്യൂ യു വുഡ് സിങ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത്? അതായത് നമ്മൾ ആരോടാണോ ഇത് പറയുന്നത്, ആ വ്യക്തി പാടിയതിന് ശേഷമാണ് നമ്മളിത് പറയുന്നത് അവരോട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പാസ്റ്റിൽ നടന്ന സംഭവമാണ്. അതായത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഐ ന്യൂ. എനിക്ക് അറിയാമായിരുന്നു. അതൊരു പാസ്റ്റാണ്. ഐ ന്യൂ. നീ പാടുമെന്ന് എനിക്ക് അറിയായിരുന്നു. രണ്ടും കഴിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ ഐ ന്യൂ യു വുഡ് സിങ്. വിൽ ഉപയോഗിക്കരുത്. ഐ ന്യൂ യു വുഡ് സിങ്. നീ പാടുമെന്ന് എനിക്കറിയാമായിരുന്നു. കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? നമ്മൾ സാധാരണ ഇതെങ്ങനെ ഉപയോഗിക്കും? ഇതിലെ തെറ്റെന്താണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത സെൻറ്റൻസ് എങ്ങനെ പറയും? നീ ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നമ്മളോട് ആരെയും എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പം, ചോദിച്ചതിന് ശേഷം നമ്മൾ പറയണം, നീ ഇത് ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു, നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറയില്ലേ നമ്മൾ? ആ സെൻറ്റൻസാണിത്. ഐ ന്യൂ യു വുഡ് ആസ്ക്. നീ ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഐ ന്യൂ യു വുഡ് ആസ്ക്. അങ്ങനെയാണ് അടുത്ത പറയൂ. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് എങ്ങനെ പറയും? ഐ ന്യൂ യു വുഡ് കം. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു.
മനസ്സിലായോ അതിൻ്റെ ഉപയോഗം? പാസ്റ്റാണ്, അതുകൊണ്ടാണ് ന്യൂ ആൻഡ് വുഡ് ഉപയോഗിച്ചത്. ഇനി ഇപ്പം നമ്മൾ വരുമെന്ന് എനിക്കറിയായിരുന്നു, പാടുമെന്ന് എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞു. ഇനി നീ വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു, അതായത് സെൻറ്റൻസ് നെഗറ്റീവായി, നീ വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു. എങ്ങനെ പറയും? ഐ ന്യൂ യു വുഡിൻ്റ് എന്ന് ഉപയോഗിക്കാം നമുക്ക്. എന്തെങ്കിലും മാറ്റമുണ്ടോ? ചെറിയ മാറ്റമേ ഉള്ളൂ. വുഡിൻ്റെ കൂടെ നോട്ട് ഉപയോഗിക്കുന്നു. യു വുഡൻറ്റ് കം, നീ വരില്ല എന്ന് എനിക്കറിയായിരുന്നു. നീ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നീ ഇതിന് വരില്ല എന്ന് എനിക്കറിയായിരുന്നു. ഐ ന്യൂ യു വുഡിൻ കം, നീ വരില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. മനസ്സിലായോ? വരില്ല, വരും എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായില്ലേ? എങ്ങനെയാണത് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഐ ന്യൂ യു വുഡിൻറ്റ് എന്താ? യു വുഡിൻ സിങ്, നീ പാടില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. നീ പാടുന്നൊക്കെ പറഞ്ഞെങ്കിലും നീ പാടില്ല എന്ന് എനിക്ക് അറിയായിരുന്നു, എനിക്ക് ഓൾറെഡി അറിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? ഐ ന്യൂ യു വുഡിൻറ്റ്, പറയൂ, വുഡിൻ സ്റ്റഡി. നീ പഠിക്കില്ലെന്ന് എനിക്ക്, എക്സാമൊക്കെ എന്ത് വന്നാലും നീ പഠിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. ഐ ന്യൂ യു വുഡിൻ സ്റ്റഡി, നീ പഠിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ്, ഞാൻ എൻ്റെ ഹോംവർക്ക് ഇതുവരെ തീർത്തിട്ടില്ല. അതായത് ഞാൻ ഇതുവരെ അത് തീർത്തിട്ടില്ല, എപ്പോഴോ തുടങ്ങിയൊരു കാര്യം ഇതുവരെ ഞാനത് തീർത്തിട്ടില്ല. ഇതെങ്ങനെ പറയും? അവൾ ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇതുവരെ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്നത് യെറ്റ് എന്ന വാക്കാണ്. മനസ്സിലായോ? ഈ യെറ്റിൻ്റെ ഉപയോഗം വരുമ്പം യെറ്റിനോട് കൂടി എന്തൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെ ഉപയോഗിക്കരുത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഞാൻ ഇതുവരെ തീർത്തിട്ടില്ല. എന്താണ്? എൻ്റെ ഹോംവർക്ക് ഞാൻ ഇതുവരെ തീർത്തിട്ടില്ല. ഇത്രയും സമയം ഉണ്ടായിട്ടും ഞാൻ തീർത്തിട്ടില്ല. എങ്ങനെ പറയാം? ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് യെറ്റ്. ഞാൻ എൻ്റെ ഹോംവർക്ക് ഇതുവരെ തീർത്തിട്ടില്ല. ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ്, ഐ ഹാവിൻറ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് യെറ്റ്. അപ്പോൾ സാധാരണയായിട്ട് ഈ സെൻറ്റൻസ് ഉൾപ്പെടുത്താൻ കാരണം, സാധാരണ നമ്മളിത് പറയുമ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഐ ഡിഡിൻറ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് യെറ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഐ ഡിഡിൻറ്റ്, ഐ ഡിഡ് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ യെറ്റ് എന്ന വേർഡ് ഉപയോഗിക്കുമ്പം അതിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും എന്ത് ഉപയോഗിക്കില്ല? ഡിഡ് ഉപയോഗിക്കില്ല. ശരിയായ രീതി ഹാവിൻറ്റ് എന്ന് ഉപയോഗിക്കുക എന്നാണ്. ഹാവിൻറ്റ്, യെറ്റിൻ്റെ കൂടെ ഹാവിൻറ്റ് ഉപയോഗിക്കുക അല്ലെ ഹാസിൻറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ റൂള്. അതിൻ്റെ കൂടെ ഡിഡ് ഉപയോഗിക്കരുത്. അതായത് ഐ ഡിഡ് നോട്ട് ഫിനിഷ്ഡ് എന്ന് പറയരുത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ കൂടെ ഫിനിഷ്ഡ് എന്ന വേർബിൻ്റെ തേർഡ് ഫോമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഐ ഹാവിൻറ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് യെറ്റ്, ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവൾ ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നെങ്ങനെ പറയും? ഒന്ന് പറഞ്ഞു നോക്കുമോ, എങ്ങനെ പറയും? ഷീ ഹാസിൻറ്റ് ഈറ്റൺ യെറ്റ്. ശ്രദ്ധിച്ചോ? ഹാസ് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ്? ഷീയുടെ കൂടെ നമ്മൾ ഹാവ് ഉപയോഗിക്കില്ല. ഷീ ഹീൻ്റെയൊക്കെ കൂടെ നമ്മളെപ്പോഴും ഹാസ് ആണ് ഉപയോഗിക്കുക. ഐയുടെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുക, ഹാസ് ഉപയോഗിക്കില്ല. അപ്പോൾ ഷീ ഹാസിൻറ്റ് ഈറ്റൺ യെറ്റ്, ഈറ്റൺ V3 ഫോം ഉപയോഗിച്ചത് കണ്ടോ? ഷീ ഹാസിൻറ്റ് ഈറ്റൺ യെറ്റ്. അപ്പോൾ യെറ്റിൻ്റെ കൂടെ ഡിഡിൻ്റ് ഉപയോഗിക്കുമോ? ഇല്ല. ഷീ ഡിഡിൻറ്റ് ഈറ്റൺ എന്ന് പറയുമോ? ഇല്ല. ഡിഡ് ഉപയോഗിക്കരുത്. അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് പലരും, പക്ഷേ ശരിയായ ഉപയോഗം ഇതാണ്. ഷീ ഹാസിൻറ്റ് ഈറ്റൺ യെറ്റ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ പറഞ്ഞു നോക്കുക. അവൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അവൾ ഇതുവരെ വന്നിട്ടില്ല, അവൾ ഇതുവരെ പോയിട്ടില്ല എന്നൊക്കെ, ഇതുവരെ എന്ന് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ 2 സെൻറ്റൻസ് നോക്കൂ. നമ്മളിപ്പോഴും സിനിമ കണ്ടിട്ടില്ല. നമ്മൾ സിനിമയെക്കുറിച്ച് കുറേ കുറ്റമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോഴും സിനിമ കണ്ടിട്ടില്ല, ഇല്ലേ? അങ്ങനെ നമ്മൾ പറയില്ലേ? നമ്മളിപ്പോഴും സിനിമ കണ്ടിട്ടില്ല, പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളിപ്പോഴും സിനിമ കണ്ടിട്ടില്ല. വി ഹാവിൻറ്റ് സീൻ ദ മൂവി യെറ്റ്. വിയുടെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. വി ഹാവിൻറ്റ് സീൻ ദ മൂവി യെറ്റ്. സീൻ V3 ഉപയോഗിച്ചത് കണ്ടോ? അപ്പോൾ എന്താണ് പറയേണ്ടത്? വി ഹാവിൻറ്റ് സീൻ ദ മൂവി യെറ്റ്. നമ്മളിതുവരെ മൂവി കണ്ടിട്ടില്ല. അവർ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അതായത് ഇപ്പോഴും, ഇതുവരെ എന്നൊക്കെ ഉള്ളതിനാണ് നമ്മൾ യെറ്റ് ഉപയോഗിക്കുന്നത്. അവർ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. എന്താണ്? ദേ
എന്തുപയോഗിക്കും? ദേയുടെ കൂടെ എന്താണ് ഉപയോഗിക്കുക? ഹാസ് ആണോ ഹാവ് ആണോ? ഹാവ്. ഹാവിൻറ്റ്. ദേ ഹാവിൻറ്റ്. തീരുമാനം എന്നുള്ളതിന് എന്താ പറയുക? ഡിസൈഡഡ്. ദേ ഹാവിൻറ്റ് ഡിസൈഡഡ്. ഇപ്പോഴും എന്നുള്ളതിന് യെറ്റ്. ദേ ഹാവിൻറ്റ് ഡിസൈഡഡ് യെറ്റ്. അവർ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാം. ദേ ഹാവിൻറ്റ് ഡിസൈഡഡ് യെറ്റ്. ഐൻ്റെ കൂടെ അത് പറയാം. ഐ ഹാവിൻ ഡിസൈഡഡ് ഇറ്റ്. ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ എന്നുള്ളതാണ് ഈ യെറ്റിൻ്റെ ഉപയോഗം. ഇനി അടുത്ത് നോക്കൂ. ബസ് ഇതുവരെ വന്നിട്ടില്ല. എങ്ങനെ പറയും? ബസ് ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ ഇതുവരെ വിളിച്ചിട്ടില്ല. ദ ബസ് ഹാസിൻറ്റ് കം യെറ്റ്. ബസ് ഇതുവരെ വന്നിട്ടില്ല. ദ ബസ് ഹാസിൻറ്റ് കം യെറ്റ്. അപ്പോൾ യെറ്റിൻ്റെ കൂടെ എന്താ ഉപയോഗിക്കാമെന്ന് മനസ്സിലായില്ലേ? ദ ബസ് ഹാസിൻറ്റ് കം യെറ്റ്. ഇനി ഞാൻ അവനെ ഇതുവരെ വിളിച്ചിട്ടില്ല. ആ പ്രശ്നത്തിന് ശേഷം ഞാൻ ഇതുവരെ അവനെ വിളിച്ചിട്ടില്ല. എനിക്ക് വിളിക്കാൻ മടിയാണ്. ഞാൻ അവനെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഓക്കെ, ഇതെങ്ങനെ പറയും? പറഞ്ഞു നോക്കൂ. മനസ്സിൽ പറഞ്ഞു നോക്കൂ എങ്ങനെ. ഐ ഹാവിൻറ്റ് കോൾഡ് ഹിം യെറ്റ്. ഞാൻ അവനെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് കോൾഡ് ഹിം. ഞാൻ അവനെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന രീതിയിലും നമുക്ക് പറയാം. ഞാൻ അവനെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് കോൾഡ് ഹിം യെറ്റ്. അപ്പോൾ മനസ്സിലായോ? യെറ്റ് എന്നുള്ളത് ഉപയോഗിക്കുമ്പം അതിൻ്റെ കൂടെ എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ കുറേ സെൻറ്റൻസുകൾ നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുക. അപ്പം ഓട്ടോമാറ്റിക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഒരാളോട് പറയുകയാണ്, അവൾ നാളെ വരുമെന്ന് എന്നോട് പറഞ്ഞു. അതായത് നമ്മളോട് ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ വേറൊരാളോട് പറയുകയാണ്. നമ്മൾ വേറൊരാളോട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ വേറൊരാളോട് പറയുകയാണ്. അതിനാണ് നമ്മളിങ്ങനെ പറഞ്ഞത്. ഷീ ടോൾ മീ ദാറ്റ് ഷീ വുഡ് കം ടുമോറോ. അതായത് അവൾ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് പാസ്റ്റിലെ കാര്യമല്ലേ. അതുകൊണ്ടാണ് നമ്മളെന്ത് ടോൾഡ് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചതും അതുപോലെ തന്നെ വില്ലിന് പകരം വുഡ് ഉപയോഗിച്ചതും അതുകൊണ്ടാണ്. അതായത് അവൾ നാളെ വരുമെന്ന് എന്നോട് പറഞ്ഞു. ഷീ ടോൾ മീ ദാറ്റ് ഷീ വുഡ് കം ടുമോറോ. അവൾ നാളെ വരുമെന്ന് എന്നോട് പറഞ്ഞു. ഷീ ടോൾ മീ ദാറ്റ് ഷീ വുഡ് കം ടുമോറോ. എന്താണ്? ഷീ വുഡ് കം ടുമോറോ. അങ്ങനെയാണെങ്കിൽ അവൾ നാളെ വിളിക്കാമെന്ന് പറഞ്ഞു. എങ്ങനെ പറയും? അവൾ നാളെ വിളിക്കാമെന്ന് പറഞ്ഞു. അവൾ എന്നെ നാളെ വിളിക്കാമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇറങ്ങാനാകുമ്പോൾ വിളിക്കുക, അല്ലെ കഴിയാറാവുമ്പോൾ പറ, തുടങ്ങാനാകുമ്പോൾ വിളിക്കുക. ഇതൊക്കെ നമ്മൾ എപ്പോഴും ആരോടെങ്കിലുമൊക്കെ പറയുന്നതല്ലേ. ഇറങ്ങാനാവുമ്പോൾ നീ വിളിക്കുക, അപ്പോഴേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം എന്നൊക്കെ പറയില്ലേ. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? വിളിക്കുക. ഇറങ്ങാനാവുമ്പോൾ വിളിക്കുക എന്ന് പറയുന്നത് കൊണ്ട് വിളി എന്നുള്ള വെർബിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. വിളിക്കുക എന്നുള്ളതിന് കോൾ എന്നാണ് പറയുക. ആ വെർബിൽ നിന്നാണ് ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോൾ മീ വെൻ യു ആർ എബൌട്ട് ടു ലീവ്. അതായത് ഇറങ്ങുക എന്നുള്ളതിന് ലീവ് ചെയ്യാന്നാണ് പറയുക. അപ്പോൾ കോൾ മീ വെൻ യു ആർ എബൌട്ട് ടു ലീവ്. അപ്പോൾ നമ്മളിവിടെ ആ എബൌട്ട് ടു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഫ്രേസ് കണ്ടില്ലേ? എബൌട്ട് ടു ലീവ്. കോൾ മീ വെൻ യു ആർ എബൌട്ട് ടു ലീവ്. എബൌട്ട് ടു ലീവ്. നീ ഇറങ്ങാനാകുമ്പോൾ കോൾ മീ വെൻ യു ആർ എബൌട്ട് ടു ലീവ്. അങ്ങനെയാണെങ്കിൽ കഴിയാറാവുമ്പോൾ പറ എന്നുള്ള വേർബിലാണ് നമ്മൾ ആ സെൻറ്റൻസ് തുടങ്ങുന്നത്. പറ എന്നുള്ളതിന് എന്താ പറയുക? ടെൽ മീ വെൻ യു ആർ എബൌട്ട് ടു ഫിനിഷ്. അതായത് നീ കഴിയാറാവുമ്പോൾ പറ. ടെൽ മീ വെൻ യു ആർ എബൌട്ട് ടു ഫിനിഷ്. നീ എപ്പോഴാണ് തീർക്കുന്നത് അപ്പം എന്നോട് പറ. ടെൽ മീ വെൻ യു ആർ എബൌട്ട് ടു ഫിനിഷ്. അങ്ങനെയാണെങ്കിൽ തുടങ്ങാനാകുമ്പോൾ വിളിക്കുക. എങ്ങനെ പറയാം? തുടങ്ങാനാകുമ്പോൾ വിളിക്കുക. അതായത് ഒരു പ്രോഗ്രാമൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ പറയില്ലേ, പ്രോഗ്രാം തുടങ്ങാനാകുമ്പോൾ വിളിക്കുക, ഞാൻ അപ്പം അങ്ങ് വരാം എന്ന് പറയില്ലേ. അപ്പോൾ വിളിക്കുക എന്നുള്ള വേർബ്, അതായത് കോൾ അല്ലാണ് തുടങ്ങുന്നത്. കോൾ മീ വെൻ യു ആർ എന്താണ് സ്റ്റാർട്ട് ചെയ്യാന്നല്ലേ തുടങ്ങുക എന്നുള്ളതിന് പറയാം. അപ്പോൾ വെൻ യു ആർ എബൌട്ട് ടു സ്റ്റാർട്ട്. കോൾ മീ വെൻ യു ആർ എബൌട്ട് ടു സ്റ്റാർട്ട്. നീ തുടങ്ങാനാവുമ്പോൾ വിളിക്കുക. കോൾ മീ വെൻ യു ആർ എബൌട്ട് ടു സ്റ്റാർട്ട്. അങ്ങനെയാണെങ്കിൽ നീ ഫ്രീ ആകുമ്പോൾ എന്നോട് പറയുന്നത് എങ്ങനെ പറയും? നീ ഫ്രീ ആകും. ഇതിനോട് ചേർത്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണിത് കേട്ടോ. നീ ഫ്രീ ആകുമ്പോൾ എന്നോട് പറ. എങ്ങനെ പറയാം? നീ ഫ്രീ ആകുമ്പോൾ എന്നോട് പറ. ടെൽ മീ വെൻ യു ആർ ഫ്രീ. എന്താണ്? ടെൽ മീ വെൻ യു ആർ ഫ്രീ. ഇനി അടുത്തതാണ്, നിനക്ക് സഹായം വേണമെങ്കിൽ എന്നെ വിളിക്കൂ. നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നെ വിളിക്കൂ.
കോൾ മീ ഇഫ് യു നീഡ് ഹെൽപ്പ്. അപ്പോൾ മനസ്സിലായില്ലേ അവിടെ വെൻ, ഇഫ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം മനസ്സിലായില്ലേ? നിനക്ക് സഹായം വേണമെങ്കിൽ, ഇഫ് യു നീഡ് ഹെൽപ്പ്, ഇഫ് യു നീഡ്, നിനക്ക് ഓക്കെ, ഇഫ് യു നീഡ് ഹെൽപ്പ് കോൾ മീ. ഇഫ് യു നീഡ് നിനക്ക് വേണമെങ്കിൽ, ഇഫ് യു നീഡ് നിനക്ക് വേണമെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ഇനി വെൻ എന്ന് വെച്ചാൽ എപ്പോഴാണ് നിനക്ക് ഫ്രീ ആകുന്നത് അപ്പോൾ വിളിക്കുക എന്ന് പറയില്ലേ, അതാണ് ആ ഫ്രേസ്. ഇനി അടുത്തതാണ് നീ വൈകിയാൽ എന്നെ അറിയിക്കുക. നീ വൈകുവാണെങ്കിൽ എന്നെ അറിയിക്കുക, ഞാൻ അതിനുള്ള എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാമെന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതെങ്ങനെ പറയും? ലെറ്റ് മീ നോ ഇഫ് യു ആർ ലേറ്റ്. അതായത് നീ ലേറ്റ് ആണെങ്കിൽ എന്നെ അറിയിക്കൂ. ഇഫ് യു ആർ ലേറ്റ്, നീ വൈകിയാൽ, ഇഫ് യു ആർ ലേറ്റ്, നീ വൈകിയാൽ ലെറ്റ് മീ നോ, എന്നെ അറിയിക്കും. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. അതായത് ആ പ്രോഗ്രാമിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ അറിയിക്കൂ എന്ന് പറയില്ല. അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്ത പോലെ പോകുന്ന ഒരു ഇപ്പോൾ ട്രിപ്പൊക്കെ ഡിസൈഡ് ചെയ്തതിന് ശേഷം പറയാം, ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. ഇൻഫോം മീ ഇഫ് ദർ ഈസ് എനി ചേഞ്ച്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കൂ. ഇൻഫോം മീ ഇഫ് ദർ ഈസ് എനി ചേഞ്ച്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യും. നീ വീട്ടിലെത്തുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കും. നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് യാത്ര ചെയ്തിട്ട് രണ്ട് പ്ലേസിലേക്ക് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുകയാണെങ്കിൽ പറയില്ല, നീ വീട്ടിലെത്തുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കണം, എത്തിയെന്നൊരു മെസ്സേജ് അയക്കി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇതെങ്ങനെ പറയും? നീ വീട്ടിലെത്തുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കൂ എന്നെങ്ങനെ പറയാം? ഇതേ സെയിം രീതിയിൽ നമ്മളെങ്ങനെ പറയാം? സെൻഡ് മീ എ മെസ്സേജ് വെൻ യു റീച്ച് ഹോം. നീ വീട്ടിലെത്തുമ്പോൾ, എപ്പോഴാണ് എത്തുന്നത് അപ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കി. വെൻ യു റീച്ച് ഹോം സെൻഡ് മീ എ മെസ്സേജ്. നീ എപ്പോൾ വീട്ടിലെത്തുന്നോ അപ്പോൾ എനിക്കൊരു മെസ്സേജ് അയക്കി. ഇനി നീ പുറപ്പെടുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കും. അതായത് നീ അവിടുന്ന് പുറപ്പെടുമ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുക, അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങാമെന്ന് പറയില്ലേ. അതുപോലെ തന്നെ നീ വരുന്നതിന് മുൻപ് എനിക്ക് മെസ്സേജ് അയക്കും. അതായത് നീ വരുന്നതിന് മുന്നേ, നീ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുക, അപ്പം ഞാൻ നിന്നെ ഇവിടെ കാത്തു നിൽക്കാം എന്നൊക്കെ നമ്മൾ പറയില്ലേ. പുറപ്പെടുന്നതിന് മുന്നേ അയക്കുക, നീ വരുന്നതിന് മുന്നേ എനിക്ക് മെസ്സേജ് അയക്കുക. ഇതൊക്കെ എങ്ങനെയാണ് പറയാം? നിങ്ങൾ കണ്ടെത്തുക, കമൻറ്റ് ചെയ്യുക. ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുകയാണ്. എങ്ങനെ പറയാം? ഞാൻ നിന്നെക്കുറിച്ച്, നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാണ് ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇതെങ്ങനെ പറയാം? ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് അബൌട്ട് യു. അതായത് നമ്മൾ കുറേ നേരമായിട്ട് ചിന്തിക്കുകയാണ്, ഇപ്പോഴും ചിന്തിക്കുകയാണ്. പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും ചിന്തിക്കുകയാണ്, അതാണ് തിങ്കിങ്. ഐ ആം തിങ്കിങ് അബൌട്ട് യു. ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ആലോചിക്കുകയാണ്. ഐ ആം തിങ്കിങ് അബൌട്ട് യു. ഞാൻ പുറത്തേക്ക് പോകാൻ ആലോചിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒന്നല്ല, നമ്മൾ മലയാളത്തിൽ നമ്മൾ കോമൺ ആയിട്ട് പറയില്ലേ, ഞാനൊന്ന് പുറത്തേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്, ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചു, ഒന്ന് പുറത്തോട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ. ഇത് നമ്മളെങ്ങനെ പറയാൻ പറ്റുക? ഐ എം തിങ്കിങ് ടു ഗോ ഔട്ട്. അതാണ് ഐ എം തിങ്കിങ് വെച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണിത്. ഐ എം തിങ്കിങ് ടു ഗോ ഔട്ട്. ഞാൻ പുറത്തേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇവിടെ ഇരുന്ന് ബോറടിച്ചു, ഇനി ഒന്ന് പുറത്തേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് ടു ഗോ ഔട്ട്. ഞാൻ അവളെ വിളിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. അങ്ങനെ പറയില്ലേ, ഞാൻ എൻ്റെ കല്യാണത്തിന് അവളെ വിളിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്, ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്കിവിടെ ബോറടിക്കുകയാണ്, ഞാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഇതെങ്ങനെ പറയാം? ഞാൻ അവളെ വിളിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് ഓഫ് കോളിങ് ഹെർ. ഞാൻ അവളെ വിളിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് ഓഫ് കോളിങ് ഹെർ. ഞാൻ അവളെ വിളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് ഓഫ് കോളിങ് ഹെർ. ഞാൻ എന്ത് പാചകം ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. ആകെ ഇന്നിപ്പോൾ എന്താണ് പാചകം ചെയ്യുക എന്ന് ആലോചിക്കുകയാണെന്നൊക്കെ പറയില്ലേ. നീ എന്താ ആലോചിക്കുന്നത്? ഐ എം തിങ്കിങ് അബൌട്ട് വാട്ട് ടു കുക്ക്. എന്താണ് കുക്ക് ചെയ്യേണ്ടത്? വാട്ട് ടു കുക്ക്. ഐ എം തിങ്കിങ് അബൌട്ട്. എന്തിനെക്കുറിച്ചാണ് തിങ്ക് ചെയ്യുന്നത്? വാട്ട് ടു കുക്ക്. എന്താണ് കുക്ക് ചെയ്യാമെന്നാണ് ആലോചിക്കുന്നത്. അടുത്ത് നോക്കൂ, ഞാൻ പുതിയ ഫോൺ വാങ്ങാൻ ആലോചിക്കുകയാണ്. എൻ്റെ ഫോണെല്ലാം നാശമായി, ഒരു പുതിയ ഫോൺ വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് ടു ബൈ എ ന്യൂ ഫോൺ. ഒരു പുതിയ ഫോൺ വാങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് ടു ബൈ എ ന്യൂ ഫോൺ. ഐ എം തിങ്കിങ് ടു ബൈ എ ന്യൂ ഫോൺ.
അപ്പോൾ ഐ ആം തിങ്കിങ് എന്ന് വെച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകൾ പരിചയപ്പെട്ടില്ലേ? അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്ന് പറയുന്ന കുറേ സെൻറ്റൻസുകളാണിത്. ഞാനൊരു ഇടവേള എടുക്കാൻ ആലോചിക്കുകയാണ്. നമ്മൾ ഭയങ്കര സ്ട്രെസ്സൊക്കെ ആയി നമ്മുടെ വർക്കിലൊക്കെ സ്ട്രെസ്സാകുമ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്താലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറയില്ലേ? ഇതെങ്ങനെ പറയാം? ഇത് ഈ സെയിം രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഐ ആം തിങ്കിങ് ടു ടേക്ക് എ ബ്രേക്ക്. ഐ ആം തിങ്കിങ് ടു ടേക്ക് എ ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. ഞാൻ എൻ്റെ വർക്ക് ഡൺ, ഐ എം ഡൺ വിത്ത് മൈ വർക്ക് എന്നൊക്കെ പറയില്ലേ? ഞാൻ നമ്മുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ നമ്മുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഐ ആം തിങ്കിങ് അബൌട്ട് അവർ ഫ്യൂച്ചർ. ഞാൻ എന്തെങ്കിലും പുതിയത് പഠിക്കണമെന്ന് ആലോചിക്കുകയാണ്. നമ്മൾ പറയില്ലേ, ഈ പഠിച്ചതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല, ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് പഠിച്ചാലോ എന്ന് ആലോചിക്കുക, ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും പുതിയ ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ഐ ആം തിങ്കിങ് ടു ലേൺ സംതിങ് ന്യൂ. അതുപോലെ ഞാൻ എന്തെങ്കിലും പുതിയതായിട്ട് ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ഐ എം തിങ്കിങ് ടു ട്രൈ സംതിങ് ന്യൂ. ഐ എം തിങ്കിങ് ടു ലേൺ സംതിങ് ന്യൂ. ഇനി 2 സെൻറ്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മുത്തശ്ശിയെ കാണാൻ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. അടുത്തതാണ് ഞാനൊരു സിനിമ കണ്ടാലോ എന്ന് ആലോചിക്കുകയാണ്. ഈ 2 സെൻറ്റൻസുകളും നമ്മളിപ്പോൾ പറഞ്ഞ അതേ പാറ്റേണിൽ വരുന്നതാണ്. ഇത് രണ്ടും എങ്ങനെ വരും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. അടുത്തതാണ് നമ്മൾ മൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള കുറേ സെൻറ്റൻസുകളാണ് ഇതിൽ ബാക്കി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മൈറ്റ് എന്നും നമ്മൾ ഉപയോഗിക്കുന്നത് മൈറ്റ്, മേ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊരു സാധ്യതകളെക്കുറിച്ച് പറയാനാണ് നമ്മൾ മൈറ്റ് ഉപയോഗിക്കുക. പാസ്റ്റ് അല്ല, പ്രസൻ്റ് അല്ല, ഫ്യൂച്ചറിൽ നടന്നേക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അതിൻ്റെ സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഞാൻ പോയേക്കാം, ഉറപ്പുണ്ടോ പോകുന്നത്? ഇല്ല, ഞാൻ ചിലപ്പോൾ പോയേക്കാം, അതൊരു സാധ്യതയാണ്. അപ്പോൾ ഈ മേയും മൈറ്റും ഈ സാധ്യതകളെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും മൈറ്റാണ് നമ്മൾ കൂടുതലായിട്ട് കാഷ്വലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മൈറ്റാണ്. മേ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പൊളൈറ്റായുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മേ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഡിഫറൻസ് അതാണ്. അപ്പോൾ ഞാൻ പോയേക്കാം, ഐ മൈറ്റ് ഗോ. ഞാൻ പോയേക്കാം, എനിക്ക് ഉറപ്പൊന്നുമില്ല, ഐ മൈറ്റ് ഗോ. ഞാൻ പോയേക്കാം, ഞാൻ വന്നേക്കാം, ഞാൻ ചെയ്തേക്കാം, ഐ മൈറ്റ് ഡു. ഞാൻ ചെയ്തേക്കാം, പക്ഷേ എനിക്ക് ഉറപ്പൊന്നുമില്ല ഞാൻ ചെയ്യുമെന്ന് എന്ന് പറയില്ലേ? ഈ സാധ്യതകളെക്കുറിച്ച് പറയാനാണ് നമ്മളെപ്പോഴും മൈറ്റ് എന്ന വേർഡ് ഉപയോഗിക്കാറ്. ഐ മൈറ്റ് ഗോ. ഇനി ഞാൻ വന്നേക്കാം എന്നുള്ളതിന് എന്ത് പറയും? ഐ മൈറ്റ് കം. ഞാൻ വന്നേക്കാം, പക്ഷെ എനിക്ക് ഉറപ്പില്ല ഞാൻ വരുമെന്ന്, പക്ഷെ ഞാൻ വന്നേക്കാം ചിലപ്പോൾ. ഐ മൈറ്റ് കം. അപ്പോൾ സാധ്യതകളെക്കുറിച്ച് പറയാനാണ് മൈറ്റ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് കുറേ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ഇതുപോലത്തെ സെൻറ്റൻസുകൾ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ മൈറ്റ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അവൾ വൈകി എത്താൻ സാധ്യതയുണ്ട് എന്ന് ഇങ്ങനെയൊന്നും നമ്മൾ മലയാളത്തിൽ പറയില്ല. അവൾ ചിലപ്പോൾ വൈകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ പൊയ്ക്കോ, അവൾ ചിലപ്പോൾ വൈകുമെന്ന് പറയില്ലേ? അതാണ് ഷി മൈറ്റ് കം ലേറ്റ്. ഷി മൈറ്റ് കം ലേറ്റ്. ഓക്കെ, ഷി മൈറ്റ് കം ലേറ്റ് എന്ന് പറയുന്നത്. അവൾ ചിലപ്പോൾ വൈകും, അവൾ എത്താൻ വൈകിയേക്കാം, അവൾ എത്താൻ വൈകിയേക്കാം എന്ന് നമ്മൾ പറയില്ലേ? അവൾ എത്താൻ വൈകിയേക്കാം. ഇനി മഴ വന്നേക്കാം. നമ്മൾ പറയില്ലേ, ഇന്ന് നല്ല മേഘമൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്, ഇനി ചിലപ്പോൾ മഴ വന്നേക്കാം. എങ്ങനെ പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇറ്റ് പറയോ? എങ്ങനെ പറയാം? മഴ വന്നേക്കാം. ഇറ്റ് മൈറ്റ് റെയിൻ. ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറയാം നമുക്ക്. ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറയാം. ഇനി അവൻ തിരക്കിലായിരിക്കും. ഇപ്പം നിങ്ങൾ അവനെ ഇപ്പോൾ വിളിക്കണ്ട, അവൻ ചിലപ്പോൾ തിരക്കിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചോ, ഇപ്പോൾ അവൻ തിരക്കിലായിരിക്കും. നമ്മൾ പറയുകയാണ് അവൻ തിരക്കിലായിരിക്കുമെന്ന്. നമുക്കറിയോ അവൻ തിരക്കിലാണെന്ന്? നോ, വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. പക്ഷെ നമ്മൾ പറയുകയാണ് അവൻ തിരക്കിലായിരിക്കും. ഹി മൈറ്റ് ബി ബിസി. അവൻ ചിലപ്പോൾ തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഫോൺ എടുക്കാത്തത്. ഹി മൈറ്റ് ബി ബിസി. അവൻ തിരക്കിലായിരിക്കാം. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പം ചിലപ്പോൾ അവർക്ക് ഇത് ഇഷ്ടമാകില്ലായിരിക്കും. നമുക്ക് ഉറപ്പുണ്ടോ അവർക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഒരു സാധ്യതയെക്കുറിച്ച് പറയുകയാണ്. അവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടമാകാതിരിക്കാം, നമ്മൾ ഈ ചെയ്തത് അവർക്ക് ഇഷ്ടമാകാതിരിക്കാം. ദേ മൈറ്റ് നോട്ട് ലൈക്ക് ദിസ്. ദേ മൈറ്റ് ലൈക്ക് ദിസ് ആയിരുന്നു നമ്മൾ മുന്നേ പരിചയപ്പെട്ട പാറ്റേൺ. മൈറ്റ് നോട്ട്, ഇഷ്ടപ്പെടാതിരിക്കാം എന്ന് പറയുന്നതിന് ഒരു മൈറ്റിൻ്റെ കൂടെ ഒരു നോട്ട് ചേർക്കുകയാണ് ചേർന്നത്. ദേ മൈറ്റ് നോട്ട് ലൈക്ക് ദിസ്. അവർക്കിത് ഇഷ്ടമാകാതിരിക്കാം എന്ന് നമുക്ക് പറയാം. അപ്പം മൈറ്റിൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ?
ഇതുപോലെ തന്നെയാണ് നമ്മൾ മേ ഉപയോഗിക്കുന്നത്, പക്ഷെ അത് കുറച്ചുകൂടെ പൊളൈറ്റുള്ള സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് സെൻറ്റൻസുകൾ നോക്കൂ. നിനക്കൊരു സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്, അവൻ ഉറങ്ങുകയായിരിക്കാം, നമ്മളൊരു സിനിമയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് ഇത്തരത്തിൽ നമുക്ക് മൈറ്റ് ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന 3 സെൻറ്റൻസുകളാണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക, പറഞ്ഞു നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കിട്ടുന്നില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു സെൻറ്റൻസാണ് ഹൂ നോസ്. ഹൂ നോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കറിയാം. എന്താണ് ഹൂ നോസ് എന്ന് പറഞ്ഞാൽ ആർക്കറിയാം. അതായത് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കുകയാണ് റിസൾട്ട് എന്നാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ പറയുകയാണ് ഹൂ നോസ്, ആർക്കറിയാം, എനിക്കൊന്നും അറിയാൻ പാടില്ല എപ്പോഴാണ് വരുന്നതെന്ന്. ആർക്കറിയാം അല്ലേ? ആർക്കറിയാം. ഹൂ നോസ്, ആർക്കറിയാം എപ്പോഴാണ് റിസൾട്ട് വരുന്നതെന്ന്. ഹൂ നോസ് എന്ന് പറഞ്ഞാൽ ആർക്കറിയാം. അടുത്തതാണ് ഹൗ ഷുഡ് ഐ നോ. റിസൾട്ട് വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് ഹൗ ഷുഡ് ഐ നോ, എനിക്കെങ്ങനെ അറിയാം. ഹൗ ഷുഡ് ഐ നോ, എനിക്കെങ്ങനെ അറിയാം റിസൾട്ട് എന്നാണ് വരുന്നതെന്ന്. കുറച്ച് റൂഡായിട്ട് നമ്മൾ പറയില്ല, എനിക്കെങ്ങനെ അറിയാം റിസൾട്ട് വരുമെന്ന്. ഹൗ ഷുഡ് ഐ നോ എന്ന് പറയാം. ഇനി അടുത്തതാണ് ഐ ഹാവ് ഇൻ ഗോട്ട് എ ക്ലൂ അല്ലെങ്കിൽ ഐ ഹാവ് നോ ഐഡിയ. അതായത് എനിക്കിതുവരെ ഒരു ക്ലൂ കിട്ടിയിട്ടില്ല. ഐ ഹാവ് ഇൻ ഗോട്ട് എ ക്ലൂ, എനിക്കിതുവരെ ഒരു ക്ലൂ കിട്ടിയിട്ടില്ല. ഐ ഹാവ് നോ ഐഡിയ, റിസൾട്ട് എന്നാ വരുന്നത്. ഐ ഹാവ് ഇൻ ഗോട്ട് എ ക്ലൂ, ഐ ഹാവ് നോ ഐഡിയ, എനിക്കൊരു ഐഡിയ ഇല്ല റിസൾട്ട് എന്നാ വരുന്നതെന്ന്. എനിക്ക് ഇതുവരെ ഒരു ക്ലൂ കിട്ടിയിട്ടില്ല റിസൾട്ട് എന്നാ വരുന്നതെന്ന്. ഇതൊക്കെ പറയില്ലേ. അപ്പോൾ ഈ ഇത്ര സെൻറ്റൻസുകൾ ഇതെല്ലാം കൂടെ ഞാൻ പരിചയപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഐ ഡോണ്ട് നോ എന്ന ഒരു സെൻറ്റൻസിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ഫ്രേസസ് ആണത്. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതാണ് നമ്മൾ എപ്പോഴും കാലാകാലങ്ങളായിട്ട് നമുക്ക് എനിക്കറിയില്ല എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കാറ്. ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ ഉപയോഗിക്കാം, പക്ഷെ ഇത് വേറെ രീതിയിലും നമുക്ക് പറയാം. ഹു നോസ്, ആർക്കറിയാം റിസൾട്ട് എപ്പോഴാണ് വരുന്നതെന്ന്. ഹൗ ഷുഡ് ഐ നോ, എനിക്കെങ്ങനെ അറിയാം റിസൾട്ട് എപ്പോഴാണ് വരുന്നതെന്ന്. ഐ ഹാവ് ഇൻ ഗോട്ട് എ ക്ലൂ, എനിക്കിതുവരെ ഒരു ക്ലൂ കിട്ടിയിട്ടില്ല റിസൾട്ട് എന്നാ വരുവാന്ന്. ഐ ഹാവ് നോ ഐഡിയ, എനിക്കൊരു ഐഡിയ ഇല്ല റിസൾട്ട് എന്നാ വരുന്നത്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല റിസൾട്ട് എന്നാ വരുന്നതെന്ന്. അപ്പോൾ ഇതെല്ലാം ഒരേ അർത്ഥം വരുന്ന എന്നാൽ നമുക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ്. എല്ലാത്തിൻ്റെയും മീനിങ് ബേസിക് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, നമുക്കതിനെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ല. ഇനി കുറച്ച് നമ്മൾ കാലാവസ്ഥകളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാലാവസ്ഥ വളരെ തണുപ്പാണ്, അല്ലെങ്കിൽ ഇന്ന് വളരെ തണുപ്പാണ്, ഇന്ന് കാലാവസ്ഥ ഭയങ്കര തണുപ്പുള്ളതെന്ന് എങ്ങനെ പറയാം? ദ വെദർ ഈസ് വെരി കോൾഡ്. വെദർ എന്താണ്? കാലാവസ്ഥ. ദ വെദർ ഈസ് വെരി കോൾഡ്, ദ വെദർ ഈസ് വെരി ഹോട്ട് എന്നൊക്കെ പറയാം. ഇനി രാവിലെ ഒന്നും കുഴപ്പമില്ല, ഉച്ചയായാൽ ഭയങ്കര ചൂടാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഹോട്ട് ഇൻ ദ ആഫ്റ്റർനൂൺ. ഉച്ചയായാൽ ഭയങ്കര ചൂടാണെന്നൊക്കെ പറയില്ലേ നമ്മൾ. ഇറ്റ് ഈസ് ഹോട്ട് ഇൻ ദ ആഫ്റ്റർനൂൺ, ഭയങ്കര ചൂടാണ്. ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ ദ ആഫ്റ്റർനൂൺ. ഇനി ആകാശം മേഘാവൃതമാണ്. ഇങ്ങനെയൊന്നും നമ്മൾ മലയാളത്തിൽ പറയില്ല. നമ്മളെങ്ങനെ പറയും? ആകാശത്ത് നിറയെ മേഘം മൂടിക്കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല മേഘം ഇങ്ങനെ കാർമേഘമുണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, ആകാശം നല്ല മൂടിക്കെട്ടി നിൽക്കുകയാണ് എന്നൊക്കെ പറയില്ലേ. ഇത് നമുക്ക് എങ്ങനെ പറയാം? ദ സ്കൈ ഈസ് ക്ലൗഡി. വളരെ സിമ്പിളാണ്, മലയാളത്തിൻ്റെ അത്ര പോലും പാടില്ല. ദ സ്കൈ ഈസ് ക്ലൗഡി. എന്താണ്? ദ സ്കൈ ഈസ് ക്ലൗഡി. അതുപോലെ നമ്മൾ പറയുന്നതാണ് പുറത്ത് നല്ല കാറ്റുണ്ട്, പുറത്തേക്കൊന്നും പോകണ്ട, അല്ലെങ്കിൽ ആ വിൻഡോ ഒക്കെ അടച്ചിട്, പുറത്ത് നല്ല കാറ്റുണ്ട് എന്നൊക്കെ പറയില്ലേ. എങ്ങനെ പറയാം നമുക്ക് പുറത്ത് കാറ്റുണ്ട് എന്ന് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് വിൻഡി ഔട്ട്സൈഡ്. വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റാണ്. ഇറ്റ് ഈസ് വിൻഡി ഔട്ട്സൈഡ്, പുറത്ത് നല്ല കാറ്റുണ്ട്. ഇനി കഴിഞ്ഞ രാത്രി നല്ല കൊടുങ്കാറ്റായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ രാത്രി നല്ല കൊടുങ്കാറ്റുണ്ടായിരുന്നു എന്നൊക്കെ, അതായത് കാറ്റിൻ്റെ ഒരു തീവ്രതേനെ കാണിക്കാനാണല്ലോ നമ്മളത് പറയുന്നത്, കൊടുങ്കാറ്റ് എന്ന്. അപ്പോൾ കഴിഞ്ഞ രാത്രി കൊടുങ്കാറ്റുണ്ടായിരുന്നു. ഇറ്റ് വാസ് സ്റ്റോമി ലാസ്റ്റ് നൈറ്റ്. എന്താണ്? ഇറ്റ് വാസ് സ്റ്റോമി ലാസ്റ്റ് നൈറ്റ് എന്ന്, ലാസ്റ്റ് നൈറ്റ് എന്ന് പറയും. ഇറ്റ് വാസ് സ്റ്റോമി എന്നാണ് കൊടുങ്കാറ്റിന് നമ്മൾ പറയാറ്. ഇറ്റ് വാസ് സ്റ്റോമി ലാസ്റ്റ് നൈറ്റ്. ഇനി നമ്മൾ ചില റീസണായിട്ട് പറയില്ലേ, നീ എന്താ വൈകിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി അതുകൊണ്ടാണ് ലേറ്റ് ആയത് എന്ന് പറയില്ലേ. ഇതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ ട്രാഫിക്കിൽ കുടുങ്ങി എങ്ങനെ പറയാൻ പറ്റും? ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഐ ഗോട്ട് സ്റ്റക്കായിപ്പോയി എവിടെ? ട്രാഫിക്കിൽ. ഐ ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഇനി എനിക്ക് വഴി തെറ്റി, അതാണ് ഞാൻ വൈകിയത്. എങ്ങനെ പറയും? ഇതൊക്കെ റീസൺസ് പറയുന്നതാണ് കേട്ടോ നമ്മൾ. എനിക്ക് വഴി തെറ്റി,
എങ്ങനെ പറയും? ഐ ലോസ്റ്റ് മൈ വേ എന്ന് പറയാം. എന്താണ് പറയുന്നത്? ഐ ലോസ്റ്റ് മൈ വേ. ലോസി അല്ല, ലോസ്റ്റ് ആണ്. ഐ ലോസ്റ്റ് മൈ വേ എന്ന് പറയാം. ഐ ലോസ്റ്റ് മൈ വേ. ഇനി എനിക്ക് ബസ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വൈകിയതെന്ന് പറയാം. ഇതെങ്ങനെ പറയും? ഇത് നമുക്ക് പല രീതിയിൽ പറയാം. എനിക്കെൻ്റെ ബസ് മിസ്സായി എന്ന് പറയാം. അപ്പോൾ എങ്ങനെ പറയും? ഐ മിസ്ഡ് ദ ബസ്. എനിക്കെൻ്റെ ബസ് മിസ്സായി. അല്ലെങ്കിൽ എന്ത് പറയാം? എനിക്ക് ബസ് കിട്ടിയില്ല എന്നെങ്ങനെ പറയും? എനിക്ക് ബസ് കിട്ടിയില്ല. ഇതെങ്ങനെ പറയാം? ഐ ഡിഡിൻ കിട്ടിയില്ലല്ലോ. ഐ ഡിഡിൻ ഗെറ്റ് ബസ്. ഐ ഡിഡിൻ ഗെറ്റ് ബസ്. ഇതുപോലെ ബസ്സോ ട്രെയിനോ. ഇനിയിപ്പോൾ ഒരു ടാക്സി കിട്ടിയില്ല എന്നെങ്ങനെ പറയും? ഐ ഡിഡിൻ ഗെറ്റ് എ ടാക്സി. എനിക്കൊരു ടാക്സി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. ഐ ഡിഡിൻ ഗെറ്റ് ബസ്. ഐ മിസ്ഡ് ദ ബസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഡിഡിൻ ഗെറ്റ് ട്രെയിൻ എന്ന് പറയാം. എനിക്ക് ട്രെയിൻ കിട്ടിയില്ല, ട്രെയിൻ എനിക്ക് മിസ്സായിപ്പോയി എന്ന് എങ്ങനെ പറയാം? ഐ മിസ്ഡ് ദ ട്രെയിൻ എന്ന് പറയാം. ഐ മിസ്ഡ് ദ ട്രെയിൻ എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ റീസണായിട്ട് പറയുകയാണ്. ഐ മിസ്ഡ് ദ ബസ്, അല്ലെങ്കിൽ ഐ മിസ്ഡ് ദ ട്രെയിൻ. ഐ ഡിഡിൻ ഗെറ്റ് ബസ്. ബസ് കിട്ടിയില്ല, ബസ് മിസ്സായി, ഇങ്ങനെയൊക്കെ പറയുന്നതാണ്. താങ്ക് യു ഫോർ